let's complete my cousin's wedding series in this video and move on to this year. അല്ലേ? അപ്പം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഫിയുടെ ബ്രൈഡ് ടു ബിയുടെ കുറച്ച് ഇവൻറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ട് അത് സൂക്ഷിക്കാമെന്നുള്ള രീതിയിലാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ബ്രൈഡ് ടു ബിക്ക് പോയത് എന്താ പറയുക, ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ബ്രൈഡ് ടു ബി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് രാത്രി തന്നെയാണ് കല്യാണ തലേന്നും ആയിരുന്നത്. അപ്പം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഫീനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു ഡാൻസും അതുപോലെ ചെറിയ കുക്കുവിൻ്റെയും അതുപോലെ ജന്നമോളും അങ്ങനെയൊക്കെ കുറച്ച് ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ കസിൻസ് ചായ കുടിക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കല്യാണ തലേന്ന്. അല്ലെങ്കിലും കല്യാണത്തിൻ്റെ അന്നത്തെക്കാളും എപ്പോഴും കല്യാണ തലേന്നിന് ഒരു വൈബ് കൂടുതലാണ്. എന്തായാലും കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് രാവിലെ നേരത്തെ ഫോട്ടോഷൂട്ടിന് പോകാനുള്ളതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് കല്യാണ തലേന്ന് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നത്. അപ്പം ഞാനും സനുവും കൂടി മുത്തുകാക്കുവിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് വന്നത്. അതായത് ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഔട്ട്ഫിറ്റൊക്കെ ഇതായിരുന്നു. ഇത് സനുവിൻ്റെ. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഒരു ഏകദേശം ഒരു പിങ്ക് പർപ്പിൾ ആ ഒരു അണ്ടർടോണിൽ വന്നിട്ട് അവളെ സാരിയിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ ആയിരുന്നു. ഇങ്ങനൊരു ആ ഒരു കളറിന് മാച്ച് ആവുന്ന ഷെയ്ഡ്സ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കോസ്റ്റ്യൂംസൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയതിനു ശേഷം കല്യാണത്തിൻ്റെ ചടങ്ങുകളും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കാരണം ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ഓഡിറ്റോറിയത്തിൽ എത്തിയത് തന്നെ. അപ്പോൾ പിന്നെ ഒന്നും വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. മാല ഇട്ട് കൊടുക്കുന്നതും മെഹർ കെട്ടുന്നതും എല്ലാം ഫോട്ടോസ് എടുക്കലും ഒക്കെ പെട്ടെന്നായിരുന്നു. പിന്നെ പിറ്റേ ദിവസം കല്യാണം കൊണ്ടോട്ടി വെച്ചായതുകൊണ്ട് പിന്നെ ഫുള്ള് ബസ്സിലാണല്ലോ. അപ്പോൾ പിന്നെ അതിലങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഈവനിങ് വാക്കിന് പോയിട്ടുണ്ടായിരുന്നേ. വലിയൊരു ബിസിനസ് ഞങ്ങള് എന്താണ് പറയാ ബില്യണേഴ്സ് ആയിട്ട് ഞങ്ങളിപ്പോ നടക്കുന്ന രണ്ടാൾക്കാർ സൈലബൻ എന്താണെന്ന് അറിയില്ല. അതെ, ഞാൻ ഇപ്പൊ കുട്ടി എങ്ങനെ ഇപ്പൊ പറയാം ഞങ്ങൾ ഇത്രയും അല്ലെങ്കിലും കസിൻസ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും എയറിലായിരിക്കും. എന്തായാലും ഈ ഒരു ഈവനിങ് വാക്കിൻ്റെ മെയിൻ ഉദ്ദേശം ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഇന്നത്തേക്കുള്ളത് എടുക്കാനായിരുന്നു. അത് കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ അഫിയുടെ കല്യാണം തീരുകയാണ് കേട്ടോ.